മാസ്റ്റർ ടെക്സ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് കടായി മസാല, അതായത് മസാല അതിന് ചേരുവകളൊക്കെ കൂട്ടിയാണ് കടായിൻ്റെ മസാല എങ്ങനെ തയ്യാറാക്കാം നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്. നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് കപ്സ മസാല ഉണ്ടാക്കാനുള്ള ഘടകങ്ങൾ പരിചയപ്പെടാം. ആദ്യം നമ്മൾ വറ്റൽമുളക്, നമ്മൾ മല്ലിയാണ് മല്ലി ഇത്രത്തോളം എടുക്കുന്നുണ്ട്. അടുത്തായി ബേ ലീവ്സ് നമ്മൾ എടുക്കുന്നത്, ബേ ലീവ്സ്. പിന്നെ അതുപോലെ തന്നെ പട്ട, പിന്നെ നമ്മളത് ഏലക്കായ, കുരുമുളക് പൊടി. നമുക്ക് മസാല വറുത്തെടുക്കാനുള്ള ഇത് വെച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്, നമുക്ക് വറുത്തെടുക്കാം. ആദ്യം നമ്മൾ മുളക് ഇട്ട് കൊടുക്കും, വറ്റൽ മുളക്. അടുത്തതായി മല്ലി, അടുത്തതായി ബേ ലീവ്സ് നമ്മൾ ഇതിലിട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ പട്ട, അടുത്ത ഏലക്കായ, ബാക്കിയുള്ള ഘടകങ്ങൾ തട്ടിയെടുക്കണം. അത് കുരുമുളക് പൊടി, അടുത്തായി കുരുമുളക് പൊടി എടുക്കാൻ പോകണം. നമ്മളിതിൽ ഒന്നൊന്ന് വറുത്തെടുക്കും. നമുക്കതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ മസാല മതി. സെറ്റാക്കി നമുക്ക് നല്ല ഇളക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടാണ് നല്ല, അതായത് നമ്മളെ കത്തി കത്തിച്ച് നല്ല ഹൈ ഫ്ലെയിം ആക്കിയതിനു ശേഷം നമുക്ക് അങ്ങനെ വറുക്കാം. നമ്മൾ മസാലൻ്റെ ഇത് വറുത്ത് റെഡി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. മസാലൻ്റെ ഇത് കൂട്ട് റെഡിയായി, നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമ്മളെ കടായി മസാല റെഡി ആയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള കൃത്രിമ വസ്തുക്കൾ ഉപയോഗിക്കാതെ നമ്മൾ ഇത് ഉണ്ടാക്കി. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ പല രാസവസ്തുക്കൾ ഇത് ചേർത്തിട്ടുണ്ടാവും, നമുക്കതറിയില്ല. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഇതുപോലെ മസാല ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇതുപോലെ ചെറിയൊരു ബോട്ടിൽ നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടായി ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്കിത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചിക്കൻ പൊരിക്കുമ്പോഴോ അങ്ങനത്തെ എല്ലാ ആവശ്യത്തിനൊക്കെ നമുക്ക് ഇത് എടുക്കാവുന്നതാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വിലപ്പെട്ട കമൻറ്റ് വീഡിയോക്ക് താഴെ രേഖപ്പെടുത്തുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മാസ്റ്റർ ടെക്സ് വ്ലോഗ്. താങ്ക് യു. മീൻസ് നമുക്ക് ഇതുപോലെ കുപ്പിയിലാക്കി ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കടായി ഉണ്ടാക്കുന്ന സമയത്തും അതുപോലെ തന്നെ ചിക്കൻ പൊരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനത്തെ ബോട്ടിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്ന കൃത്രിമങ്ങളില്ലാത്ത നല്ല അടിപൊളി മസാലയാണ്. വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് തയ്യാറാക്കി വെക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.